ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നെല്ലിക്ക അച്ചാറാണ് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി ഞാനൊരു 35 നെല്ലിക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതിലേക്ക് വെളുത്തുള്ളി ഇത്ര അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. വെളുത്തുള്ളി ഇത്തിരി കൂടിയോണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ, നല്ലതായിരിക്കും. വെളുത്തുള്ളി കടിച്ച് തിന്നാനും നല്ല രസമായിരിക്കും കേട്ടോ ഇതിലേക്ക്. പിന്നെ പച്ചമുളക്, നാടൻ പച്ചമുളകാണ്, അധികം എരിവില്ലാത്ത മുളകാണ് കേട്ടോ അത്. അതുപോലെ ഇഞ്ചി, ഒരു വലിയ പീസ് ഇഞ്ചി നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞുണ്ട്. പിന്നെ വേണ്ടത് കായം, ഇങ്ങനൊരു വലിയ പീസ് കായ എടുത്തിട്ടുണ്ട് കേട്ടോ. അതൊരു പൊടിച്ച് കഴിയുമ്പോൾ ഇതൊരു സ്പൂണ് പൊടിക്കുള്ളതാണ് കേട്ടോ. ഇത് ഉലുവയാണ്, 1 ടീസ്പൂൺ ഉലുവ എടുത്തിട്ടുണ്ട്. വേപ്പില, പിന്നെ വറ്റൽമുളക് കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് നെല്ലിക്ക കഴുകി ഒന്ന് നന്നായിട്ട് ഒരു തുണിയൊക്കെ എടുത്ത് തുടച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നമുക്കൊരു ചട്ടി ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നല്ല എണ്ണയാണ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. നെല്ലിക്ക എണ്ണയിലിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നെല്ലിക്ക ഒരു 10 മിനിറ്റ് നമ്മളൊന്ന് എണ്ണയിലിട്ടൊന്ന് വഴറ്റി കൊടുക്കാം കേട്ടോ. 10 മിനിറ്റ് മാത്രം മതി. അത് കഴിയുമ്പോൾ നമുക്ക് ഇതിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ. ലൈറ്റായിട്ടൊന്ന് കളർ മാറിയിട്ടുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ആയിട്ട് നമുക്കിതൊന്ന് കോരിയെടുക്കാം കേട്ടോ. എന്നിട്ട് ഇതേ എണ്ണയിൽ തന്നെ ഇട്ട് നമുക്ക് കായും ഉലുവയും കൂടെ ഒന്ന് പൊട്ടിക്കണം കേട്ടോ. ഒന്ന് ചൂടാക്കി എടുക്കണം, കാരണം നമുക്ക് ഒന്ന് പൊടിച്ചെടുക്കാനുള്ളതാണ്. എല്ലാ എണ്ണയിൽ നിന്ന് കോരിയെടുത്തു. ഇതൊന്ന് ചൂടാറട്ടെ. അപ്പോഴേക്കും നമുക്ക് ഈ എണ്ണയിൽ തന്നെ നമുക്ക് ഈ കായും ഉലുവയും കൂടെ ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. നമുക്ക് പൊടിക്കാൻ സുഖത്തിന് വേണ്ടി കേട്ടോ. ഇതൊന്ന് മൂപ്പിച്ചയിൽ തന്നെ എടുത്ത് കഴിഞ്ഞിട്ട് നമുക്കൊന്ന് ഈ ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ നമുക്ക് പൊടിച്ചെടുക്കാം കേട്ടോ. കരിയാതെ ഒന്ന് ഗ്യാസ് കുറച്ച് വെച്ചിട്ട് പൊട്ടിച്ചെടുക്കാം കേട്ടോ. ഉലുവയും കായും ആയുണ്ട്. നമുക്കിതൊന്ന് കോരി മാറ്റാം കേട്ടോ. എന്നിട്ട് അവസാനം നമുക്ക് പൊടിച്ചിടാനുള്ളതാണ് കേട്ടോ. ഇങ്ങനെ ഒരു പാത്രത്തിലേക്ക് കോരി മാറ്റി വയ്ക്കാം. അപ്പോൾ അവസാനം ആകുമ്പോഴേക്കും ഇതിൻ്റെ നന്നായിട്ട് എണ്ണയ്ക്ക് ഇങ്ങനെ വലിഞ്ഞ് നമുക്ക് പൊടിക്കാൻ സുഖമായിട്ട് കിട്ടും കേട്ടോ. വല്ല അമ്മീമിയോ അല്ലെങ്കിൽ ഇടിക്കല്ലിലൊക്കെ വെച്ച് നമുക്ക് ഒന്ന് പൊടിച്ചെടുത്താൽ മതി. എല്ലാം കോരി മാറ്റാം കേട്ടോ. അത് നെല്ലിക്ക ചൂടാറിയുണ്ട്. അപ്പോൾ നമുക്കൊന്ന് ചെറിയ കഷ്ണങ്ങളായിട്ടൊന്ന് അരിഞ്ഞെടുക്കുക കേട്ടോ. ചെറിയ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിയാം. നെല്ലിക്ക എല്ലാം അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ എണ്ണയിൽ തന്നെ നമുക്ക് കുറച്ചും കൂടെ എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കുറച്ചുകൂടെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ കടുകിട്ട് പൊട്ടിക്കാം. എണ്ണ ചൂടായിട്ട് നമുക്ക് കടുകിട്ട് കൊടുക്കാം. കടുക് ഒരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കടുക് പൊട്ടി കഴിയുമ്പോൾ ഈ വറ്റൽമുളകൊന്ന് ഇട്ട് കൊടുത്തിട്ട് പച്ചമുളകും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ. നമ്മൾ എടുത്ത് വെച്ചേക്കണ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, അതിലത്തെ പച്ചമുളക് ആദ്യം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതൊന്ന് കളറ് മാറിയാൽ മതി കേട്ടോ. കളറൊന്ന് ചേഞ്ച് ആയാൽ മതി. എടുത്ത് വെച്ചാൽ വേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. ഈ വെളുത്തുള്ളി ഇഞ്ചിയിലൊക്കെ ആ ഒരു പച്ച കുത്തൊന്ന് പോയി കിട്ടിയാൽ മതി കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് ഇളക്കാൻ മതിയാവും കേട്ടോ. അത് കഴിയുമ്പോൾ നമുക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി,
സാദാ മുളക് പൊടി ഒരു വലിയ ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. വലിയൊരു ടീസ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാശ്മീരി ചില്ലി നമുക്കൊരു 2 ടീസ്പൂൺ ഇട്ട് കൊടുക്കാം. അത് കളറ് കുറച്ച് ഭംഗിയിലായിരിക്കണം എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ കാശ്മീരി ചില്ലി. അതില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല, സാധാ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്താലും മതി. ഇതധികം കളർ മാറണ്ട. നമുക്ക് ഇതിലിഞ്ഞ് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഈ മുളക് പൊടി ഇട്ട് ഒരു 5 മിനിറ്റ് ഇളക്കിയ ശേഷം നമുക്ക് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് തിളപ്പിക്കണം കേട്ടോ ഈ വെള്ളം. ഇനി നമുക്ക് വെള്ളമായിട്ട് കുറച്ച് ചൊറുപ്പയും കൂടിയാണ് നമ്മൾ ഒഴിച്ച് കൊടുക്കുക കേട്ടോ അവസാനം. നമുക്ക് ഈ കൊല്ലം ഉണ്ടാക്കി വെച്ച അടുത്ത കൊല്ലം നമുക്കിത് ഉപയോഗിക്കാവുന്ന തരത്തിലാട്ടോ നമുക്കിത് ചെയ്ത് വയ്ക്കാം കേട്ടോ. ഈ വെള്ളം ഒഴിച്ചു. ഇനി നമുക്ക് അവസാനം ചൊറുക്കും കൂടെ ഒഴിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊരു നല്ല തിക്കായിട്ടുള്ളൊരു ഗ്രേവി പോലെയാണല്ലോ നമുക്ക് കിട്ടേണ്ട അച്ചാർ, ഒട്ടും വെള്ളമില്ലാതെ. അപ്പോൾ അധികം വെള്ളം ഒഴിക്കേണ്ട. അപ്പോൾ നമ്മൾ എടുക്കുന്ന നെല്ലിക്കയുടെ ക്വാണ്ടിറ്റിയൊക്കെ നോക്കിയിട്ട് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി കേട്ടോ. നന്നായിട്ട് തിളക്കണം കേട്ടോ വെള്ളം ഒഴിച്ചിട്ട്. അച്ചാർ കേട് കൂടാതെ 1 കൊല്ലം 2 കൊല്ലമൊക്കെ എടുത്ത് വയ്ക്കുന്ന ഒരു രീതി ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നമുക്ക് ഈ അച്ചാർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്കത് കുപ്പിയിലാക്കി വയ്ക്കുമ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. പണ്ടുള്ളവരൊക്കെ ചെയ്യുന്ന ഒരു രീതിയാണത്. അപ്പോൾ കടുമാങ്ങ ഇതൊക്കെ ഒറ്റ പ്രാവശ്യം, നാരങ്ങയൊക്കെ ഒറ്റ കൊല്ലത്തിൽ 1 പ്രാവശ്യം ഇട്ട് നമ്മളതൊക്കെ സ്റ്റോർ ചെയ്ത് വെക്കും. പിന്നെ നമ്മൾ ആവശ്യത്തിന് എടുക്കുകയാണല്ലോ ചെയ്യുക അതിൽ നിന്ന്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചു തരാം കേട്ടോ. ഇതൊന്ന് തിളച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലേ, വെള്ളം തിളച്ചൊന്ന് ആകുമ്പോൾ നമുക്ക് കല്ലുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞങ്ങൾക്കിവിടെ നല്ല തിക്കായിട്ടുള്ളൊരു ഇതായിട്ടോ വേണ്ട. ഒട്ടും ചാറ് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. അപ്പോൾ ഞങ്ങൾ ഒട്ടും വെള്ളത്തിൽ ഉണ്ടാക്കില്ല. ചിലർക്ക് പിന്നെ ചാറൊക്കെ ആയിട്ടിരിക്കണം. പക്ഷേ ഞങ്ങൾക്ക് ഈ അച്ചാറുമെല്ലാം മുളകും എരിവൊക്കെ നന്നായിട്ട് തിരിച്ച് എടുക്കുമ്പോൾ തന്നെ ഒരു നല്ലൊരു തിക്കായിട്ടുള്ളൊരു ഇതായിരിക്കും കിട്ടുക. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിലാട്ടോ ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ വെള്ളം കൂടുതൽ വേണം എന്നുള്ളൊരു 1/2 ഗ്ലാസ് വെള്ളം ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പോൾ വേണമെങ്കിൽ 1 ഗ്ലാസോ 1.5 ഗ്ലാസ്സൊക്കെ എടുക്കാം കേട്ടോ വെള്ളം കൂടുതൽ വേണം എന്നുള്ളവർക്ക്. പക്ഷേ വെള്ളം ഒഴിക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കണമെന്ന് മാത്രം. നമുക്കിത് കൂടുതൽ കാലം വെക്കണം എന്നുണ്ടെങ്കിൽ വെള്ളമൊക്കെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക. ഞാനിതിലേക്ക് നെല്ലിക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഇത് കുറച്ച് വെച്ചേക്കാണ്. നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഞാൻ നെല്ലിക്ക ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിലേക്ക് നെല്ലിക്കെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്കിത് നന്നായിട്ട് ഇളക്കാം. ഇതിൻ്റെ കൂടെ നമ്മൾ ചൊറുക്കയും കൂടെ ഒഴിച്ചു കൊടുക്കും. നന്നായിട്ട് മിക്സ് ചെയ്യാം കേട്ടോ. ഈ സമയത്ത് നമുക്ക് ചൊറുക്ക കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചൊറുക്ക ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്നും കൂടെ ഒരു ചെറിയ തിള വരുമ്പോഴേക്കും നമുക്കൊന്ന് നിർത്താം കേട്ടോ. അധികമായിട്ട് തിളപ്പിക്കണ്ട. ഇനി ഇതിരുന്ന് ഒന്ന് ചൂടാറി കഴിയുമ്പോൾ നന്നായിട്ട് ഇതുമേ മുളകൊക്കെ നന്നായിട്ട് ഉപ്പൊക്കെ പിടിച്ചിട്ടുണ്ടായിരിക്കും കേട്ടോ. നല്ല ഡാർക്ക് കളറായിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കാശ്മീരി ചില്ലിയുടെ നല്ലൊരു കളറാണ് വന്നേക്കുന്നത്. ഉപ്പൊക്കെ ഇല്ലേ നോക്കാം. പുളിയൊക്കെ കുറവുണ്ടെങ്കിൽ നമുക്ക് ഇത്തിരി ചുരുക്കം കൂടെ ഒഴിച്ചു കൊടുക്കാം. ഉപ്പൊക്കെ കറക്റ്റാണ് കേട്ടോ. ഇനി നമുക്ക് ഉലുവയും കായും
നമ്മൾ വറുത്ത് കോരി വെച്ചിട്ടുണ്ട്. നമുക്കൊന്ന് പൊടിച്ചിട്ട് കൊടുക്കാം കേട്ടോ. ഒന്നൊരു ചൂട് വരുമ്പോൾ നമുക്കിത് ഓഫ് ചെയ്യാം. ഉലുവയും കായും നമ്മൾ അമ്മിയുമിട്ടൊന്ന് കുത്തിപ്പിടിച്ചതാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുക്കും കേട്ടോ. നല്ല ഫൈനായിട്ടുള്ള തരി വേണമെന്നില്ല, കുറച്ച് തരികളുണ്ടെങ്കിലും കുഴപ്പമില്ല കേട്ടോ. നന്നായിട്ട് ഇളക്കി മിക്സാക്കിയിട്ട് ചൂടാറുമ്പോൾ നമുക്ക് നല്ല കുപ്പികളിൽ ഇട്ടേക്കാം. കേടാവാതെ എങ്ങനെ വെക്കാമെന്നുള്ളത് അപ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ. കുപ്പിയിൽ ഇട്ടേക്കുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാൻ പോകണം കേട്ടോ. ഇനി നമുക്ക് ചൂടാറിയിട്ട് വേണം കുപ്പിയിലിട്ടേക്കാൻ. അച്ചാർ ഇട്ടത് ചൂടാറിയിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളിത് കുപ്പികളിൽ ഇട്ടേക്കാൻ പോകണം കേട്ടോ. എനിക്കിപ്പോൾ ചെറിയൊരു കുപ്പിയിൽ ഇട്ടേക്കാനുള്ള അച്ചാറേ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഉണ്ടാക്കി വെച്ച അച്ചാറാണെങ്കിൽ നമുക്ക് ഇതേപോലെ തന്നെ സ്റ്റോർ ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇട്ടേക്കേണ്ട പാത്രങ്ങൾ ഒന്നില്ലെങ്കിൽ കുപ്പി അല്ലെങ്കിൽ ഭരണി അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാൻ നോക്കുക കേട്ടോ. പ്ലാസ്റ്റിക് ടിന്നിലൊക്കെ ഇട്ടേക്കാതെ കൂടുതൽ കാലം നമുക്ക് എടുത്ത് വയ്ക്കേണ്ട സാധനങ്ങൾ ഭരണിയിലോ അല്ലെങ്കിൽ ഇങ്ങനെയുള്ള കുപ്പികളിലോ ഇട്ടേക്കാൻ നോക്കുക. മെയിനായിട്ട് അച്ചാറുകൾ. പിന്നെ കുപ്പി എടുക്കുമ്പോൾ നമ്മൾ മെയിനായിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി ഒട്ടും വെള്ളത്തിൻ്റെ അംശമൊക്കെ ഇല്ലാതെ ഉള്ള കുപ്പികൾ എടുക്കുക. അച്ചാർ ഉണ്ടാക്കുമ്പോഴായാലും പച്ചവെള്ളം ഒഴിക്കാതിരിക്കുക. തിളപ്പിച്ച വെള്ളം മാത്രം ഉപയോഗിക്കുക. തിളപ്പിച്ച് ഉപയോഗിക്കുക. എന്നാലാണ് ഇത് കുറേ കാലം അല്ലെങ്കിൽ അടുത്ത കൊല്ലത്തേക്കൊക്കെ നമുക്ക് ഇത് എടുക്കുമ്പോൾ യാതൊരു കേടും കൂടാതെ തന്നെ കിട്ടുള്ളൂ. ചെറിയ നനവിൻ്റെ അംശം സ്പൂണിലോ അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന കുപ്പിയിലോ അച്ചാറിലൊക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും പൂത്തിരിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഈ പച്ചവെള്ളത്തിൻ്റെ അംശം ഈ ഒന്നിലും ഇല്ലാതെ മെയിനായിട്ട് നോക്കുക. നമ്മുടെ കയ്യിലായാലും ഒരു നനവിൻ്റെ അംശമൊന്നും ഇല്ലാതെ നമ്മൾ ചെയ്യാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന സെറ്റ് മുണ്ടിൻ്റെ അല്ലെങ്കിൽ സെറ്റ് സാരിയുടെയൊക്കെ ഉജാലയൊന്നും മുക്കാത്ത തുണികളുണ്ടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു ചെറിയൊരു പീസ് തുണി എടുക്കുക കേട്ടോ. ചെറിയൊരു ടവലിൻ്റെ വലുപ്പത്തിലുള്ളൊരു പീസ് നമ്മൾ എടുക്കുക. ഇത് കളർ തുണികളൊന്നും എടുക്കരുത്, വെള്ള തുണീനെ നമ്മൾ എടുക്കണം. ഈ തുണി ശരിക്കും 4ആയിട്ട് മടക്കുക കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ലെണ്ണയാണ് എടുക്കുന്നത്. നല്ലെണ്ണയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ആദ്യം തന്നെ കുറച്ച് ഒഴിച്ചാൽ മതി. ഈ തുണി നന്നായിട്ട് മുങ്ങിയിരിക്കണം. നന്നായിട്ട് ഇത് എല്ലാ ഭാഗവും മുങ്ങണം കേട്ടോ. ഈ എണ്ണയിൽ എണ്ണ കുറവാണെങ്കിൽ നമ്മൾ നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒരു ഭാഗം പോലും ഇതിൻ്റെ മുങ്ങാതെ ഇരിക്കാൻ പാടില്ല. കുറച്ചുകൂടെ നമ്മൾ ഒഴിച്ചിട്ടത് ഈ ഒരു സൈഡ് ഭാഗം കൂടി ഉണ്ട് കേട്ടോ. നമ്മൾ ഭരണിയിലായാലും എന്തിലായാലും നമുക്ക് ഇത് തന്നെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇതിന് ആദ്യം തന്നെ നന്നായിട്ട് മുക്കി വയ്ക്കുക കേട്ടോ. ഈ എണ്ണയിൽ 4 ഭാഗവും നന്നായിട്ട് മുങ്ങിയിരിക്കണം. എന്നിട്ട് നമുക്ക് ഈ അച്ചാർ കുപ്പിയിലിട്ട് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് കഴിഞ്ഞ് മുങ്ങിയിരുന്നോട്ടെ. നമുക്ക് അച്ചാർ കുപ്പിയിലിട്ട് കൊടുക്കാം. ഈ അച്ചാർ കുപ്പികളിലാക്കുമ്പോൾ മെയിനായിട്ട് ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഗ്യാപ്പ് ഇല്ലാതെ നമ്മൾ നന്നായിട്ട് നിറച്ചിടണം കേട്ടോ. ഒട്ടും ഗ്യാപ്പ് ഇതിലുണ്ടാവരുത് കേട്ടോ. ഈ അച്ചാർ ഇങ്ങനെ ഇടയിൽ ഇങ്ങനെ നമുക്ക് സൈഡിൽ നിന്നൊക്കെ നോക്കുമ്പോൾ കാണാം ഇങ്ങനെ ഗ്യാപ്പായിട്ട് നിൽക്കുന്നുണ്ട്. അങ്ങനെ ഗ്യാപ്പ് ഉണ്ടാവാൻ പാടില്ല കേട്ടോ. അപ്പോൾ ആ ഗ്യാപ്പിൻ്റെ ഉള്ളിലൊക്കെ എയർ കയറി നമുക്ക് പൂപ്പൽ സംഭവിക്കും കേട്ടോ. അപ്പോൾ മെയിനായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കുമ്പോൾ ഇങ്ങനെ കുത്തി നിറച്ച് ഓരോ ലെയർ ഇട്ട് കൊടുത്തിട്ട് അത് നന്നായിട്ട് ഇങ്ങനെ നിറച്ച് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇങ്ങനെ കുത്തി നിറയ്ക്കുക. ഗ്യാപ്പില്ലാതെ ഇങ്ങനെ നമ്മൾ നന്നായിട്ട് നിറച്ച് കൊടുക്കുക. ഇതെല്ലാം ഇട്ട് കൊടുക്കട്ടെ കേട്ടോ. നമ്മളിതിങ്ങനെ ഇട്ട് കൊടുത്തിട്ട് എനിക്കിത് ഫുള്ളാക്കാനുള്ളത് ഉണ്ടായില്ല കേട്ടോ. എന്നാലും ഇത് മുകളിലെത്തുമ്പോൾ നമ്മൾ നന്നായിട്ട് പരത്തി നിരത്തിയൊക്കെ കൊടുക്കുക. അപ്പോൾ ഈ സൈഡ് ഭാഗമൊക്കെ നന്നായിട്ട് ഫില്ലായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ. ഗ്യാപ്പില്ലാതെ ഇടാൻ നോക്കുക കേട്ടോ. ഇനി നമുക്ക് ഈ ഇവിടെ ഇങ്ങനെ നിൽക്കുന്ന ഭാഗമൊക്കെ ഇതേ തുണി തന്നെ വെച്ചിട്ട് ഇതിൻ്റെ ബാക്കി നമ്മൾ കീറി വെച്ച തുണിയൊക്കെ ഉണ്ടെങ്കിൽ അതുകൊണ്ടൊക്കെ ഇതൊക്കെ ഒന്ന് തുടച്ച് കൊടുക്കുക കേട്ടോ. ഈ അരിയൊക്കെ ഇങ്ങനെ മുകളിൽ നിൽക്കുന്ന ഈ ഭാഗത്തൊക്കെ പൂപ്പൽ വരും കേട്ടോ. അപ്പോൾ നമ്മൾ മെയിനായിട്ട് ഇങ്ങനെ നിൽക്കുന്നതൊക്കെ ഒന്ന് തുടച്ച് കുപ്പി നന്നായിട്ട് വെടുപ്പാക്കുക. എത്ര ഭാഗമാണോ അച്ചാറ് നിൽക്കുന്നത് അത്രയും ഭാഗം നമ്മൾ
വെടുപ്പാക്കി കൊടുക്കുക കേട്ടോ. അതിൻ്റെ മുകളിലേക്കൊക്കെ ഇങ്ങനെ ഇതിൻ്റെ ചെറിയ ചെറിയ ഇത് ഇരിക്കുകയാണെങ്കിൽ അതൊക്കെ പൂപ്പൽ വരും കേട്ടോ. അത് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഇതിൻ്റെ എല്ലാ ഭാഗവും നമ്മൾ നന്നായിട്ട് തുടച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ കണ്ട അത്രയ്ക്ക് നീറ്റായിട്ട് തുടച്ചു കൊടുക്കുക. ഒട്ടും ഇതിൻ്റെ അച്ചാറിൻ്റെ ഒരു അംശം മുകളിലേക്ക് നിൽക്കാൻ പാടില്ല കേട്ടോ. ഇനി നമ്മൾ ഈ എണ്ണയിൽ മുക്കി വെച്ചേക്കണ ഈ തുണി നമുക്കിതിൽ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി ഈ 4 ഭാഗം കറക്റ്റായിട്ട് അതിൽ മുട്ടിയിരിക്കണം കേട്ടോ. ഒരു സ്പൂണൊക്കെ വെച്ചിട്ട് നമുക്ക് ചെയ്യാം. നന്നായിട്ട് ഈ അരിയൊക്കെ ഒത്തിരി അരിയൊക്കെ ഒരു കുറച്ച് കൂടുതൽ നിന്നുണ്ട് കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇങ്ങനെ മുക്കി വെച്ച് കൊടുക്കാം കേട്ടോ. ഇത് നന്നായിട്ട് ഇതുമ്മേ അച്ചാറിൽ മുട്ടി നന്നായിട്ട് ഇങ്ങനെ ഇരിക്കണം. ഞാൻ കുറച്ച് ഒരിത്തിരിയും കൂടെ എണ്ണ, ഒരു വളരെ കുറച്ച് എണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും മതി കേട്ടോ. നമ്മുടെ അച്ചാർ റെഡി ആയിട്ട് കേട്ടോ. അപ്പോൾ ഇത് എങ്ങനെയാണ് കേട്ടോ ഇരിക്കുക. ഇനി ഇത് ഇടയ്ക്കിടയ്ക്ക് എടുത്ത് നമുക്കിത് നന്നായിട്ട് അടച്ചു വെച്ച് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ ഇങ്ങനെ ഇട്ട് വയ്ക്കുന്ന ഈ ഒരു അച്ചാർ നമുക്ക് അടുത്ത കൊല്ലം ഓണത്തിനോ അല്ലെങ്കിൽ വിഷുവിനോ അല്ലെങ്കിൽ വേറെ എന്താ പരിപാടി എന്ന് വെച്ചാൽ അടുത്ത കൊല്ലം അല്ലെങ്കിൽ പിന്നത്തെ കൊല്ലം വരെ നമുക്കിത് കേട് കൂടാതെ ഇങ്ങനെ ഇരിക്കും കേട്ടോ. ഭരണിയിലായാലും ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. വേറെ നമുക്കിപ്പോൾ ഇങ്ങനത്തെ കുപ്പികളിൽ നിന്ന് ആദ്യം എടുക്കണമെങ്കിൽ ഈ എണ്ണത്തോട് ഇങ്ങനെ മാറ്റി നമുക്ക് എടുത്തിട്ട് വേറെ കുപ്പിയിലേക്ക് പകർത്തി ആദ്യം ഈ തുണി തന്നെ ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒട്ടും ഗ്യാപ്പൊന്നും ഇല്ലാതെ നന്നായിട്ട് ഈ നന്നായിട്ട് കവർ ചെയ്തിരിക്കണം കേട്ടോ. ചുറ്റും കവർ ചെയ്യാത്ത ഭാഗം ഉണ്ടെങ്കിൽ എങ്ങനെയായാലും പൂപ്പൽ കയറും കേട്ടോ. പിന്നെ അടുത്ത കൊല്ലത്തേക്കൊക്കെ വെക്കുന്നവരാണെങ്കിൽ ഒരു 2-3 കുപ്പികളിലൊക്കെ ആക്കി ഇട്ട് വയ്ക്കാൻ നോക്കുക. അപ്പോൾ പിന്നെ ഒരു കുപ്പി നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് തുറക്കാതെ അങ്ങനെ തന്നെ ഇരുന്നാൽ ഒരു കേടും സംഭവിക്കില്ല കേട്ടോ. നമ്മൾ ഈ ഇടയ്ക്കിടയ്ക്ക് എടുക്കുമ്പോൾ അത് ചിലർ സൂക്ഷിക്കാതെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ ഗ്യാപ്പൊക്കെ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ പൂപ്പൽ കയറും. പിന്നെ പൂപ്പൽ കയറാതിരിക്കാനുള്ള ഒരു മാർഗ്ഗം എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നുണ്ട്. പക്ഷേ ഫ്രിഡ്ജിലെടുത്ത് വെച്ച് ചിലപ്പോൾ എല്ലാവർക്കും കൂട്ടാൻ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമായിരിക്കില്ല. ഇങ്ങനെയാകുമ്പോൾ പിന്നെ അത്രയും ഫ്രഷായിട്ട് തന്നെ നമുക്ക് ഇരിക്കുകയും ചെയ്യും. പിന്നെ അടുത്ത കൊല്ലത്തേക്ക് ആകുമ്പോൾ നല്ല ടേസ്റ്റ് കൂടുകയും ചെയ്യും അച്ചാറുകൾക്ക്. പ്രത്യേകിച്ച് മാങ്ങാച്ചാറുകൾക്കൊക്കെ നല്ല ടേസ്റ്റ് കൂടുകയോ ചെയ്യുള്ളൂ. അപ്പോൾ എല്ലാവരും അച്ചാർ ഇട്ട് വെച്ച് കണ്ട് ഇങ്ങനത്തെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അറിയുന്നവരുണ്ടാവും, അറിയാത്തവർക്ക് വേണ്ടി കേട്ടോ. ഈ അച്ചാറൊന്നും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. വളരെ ടേസ്റ്റ് ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ഇതിൻ്റെ അഭിപ്രായമൊക്കെ ഒന്ന് എല്ലാവരും പറയാം കേട്ടോ.